ജൂണാംബിക ടീച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റ് കൾച്ചർ സെന്ററും ഏച്ചൂർ വെസ്റ്റ് യു പി സ്കൂളും സംയുക്തമായി അവധിക്കാലം 24 എന്ന പേരിൽ പൊതുവിജ്ഞാന അവബോധം വളർത്തുന്നതിനായി വായനാ ചലഞ്ചും കിസ് ക്ലബ്ബും പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറിയൻ അവാർഡ് ജേതാവ് ബിനോയ് മാത്യു വായനാ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. ആ പുസ്തകം ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഏകദേശം 1 ലക്ഷം പുസ്തകങ്ങൾ ഇതിനിടയിൽ വിൽക്കപ്പെട്ടു. പണ്ട് എഴുതിയ ഒരിക്കൽ എന്ന് പറഞ്ഞൊരു പുസ്തകം, എൻ മോഹനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അത് എഴുതിയത്. ഒരു കഥയാണ്, ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറു നോവലാണ്. ആ പുസ്തകവും അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഭയങ്കര വൈറലായി. അതിൻ്റെയും ഏകദേശം 1 ലക്ഷം കോപ്പികൾ അടുത്ത കാലത്ത് ആൾക്കാർ വായിച്ചു. ഫ്രാൻസിസ് എട്ടിക്കോര എന്ന് പറഞ്ഞ ടി ഡി രാമകൃഷ്ണൻ്റെ ഒരു പുസ്തകം, അതും അടുത്ത കാലത്ത് ഭയങ്കര പോപ്പുലറായി. ഇത് ഇവിടെ മലയാളത്തിൽ മാത്രമല്ല, ഹോളി ജാക്സൺ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, കാരൻസിന്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ, കോളിൻ ഹൂവറുടെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ, ഇതൊക്കെ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് വായിക്കാൻ തുടങ്ങി ആൾക്കാർ വായിക്കുന്നത്. വായനയുടെ ഒരു കണക്ടിവിറ്റിയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് പുസ്തകത്തെ പറ്റി അറിഞ്ഞപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു ബുക്ക്, ഈ ഒരിക്കൽ എന്ന് പറഞ്ഞ ബുക്ക് ഒരു ദിവസം രസകരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലൈബ്രറിയിൽ 2 കോപ്പിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം ആ ബുക്ക് ചോദിച്ച് വന്നവരുടെ എണ്ണം 16 പേര് വന്ന് ഒരിക്കലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വായന ഭയങ്കരമായി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ പുതിയ കാലത്ത് വായിക്കുന്നത് കൊണ്ട്. അപ്പം ഞാൻ ഇതിനിടയിൽ ഒരു കുട്ടി ഈ അവധിക്കാലം കളിക്കൊപ്പം കൂടെ കൂട്ടാം പുസ്തകങ്ങളെയും എന്ന ക്യാപ്ഷനോടെയാണ് പൊതുവിജ്ഞാന അവബോധം വളർത്തുന്നതിനായി വിജ്ഞാനവേദി രൂപീകരിച്ചത്. വായന ചലഞ്ചിനെ 3 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ മെയ് 31 വരെ പ്രീമിയം, സൂപ്പർ മെഗാ ചലഞ്ചുകൾ ആയാണ് നടത്തുന്നത്. ജൂണാംബിക ടീച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലൈബ്രറി വിഭാഗമായ ജൂണാസ് റീഡിംഗ് വേൾഡിന്റെയും ഏച്ചൂർ വെസ്റ്റ് യു പി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വായനാ ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രന്ഥശാലയിൽ അംഗത്വമുള്ള കുട്ടികൾക്കും പുതുതായി അംഗത്വം നേടുന്ന കുട്ടികളെയും താല്പര്യമുള്ള മുതിർന്നവരെയും പങ്കെടുപ്പിച്ചാണ് ചലഞ്ച് നടത്തുക. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ 25 പുസ്തകങ്ങൾ വായിക്കുന്ന പ്രീമിയം ചലഞ്ചോ, 45 പുസ്തകങ്ങൾ വായിക്കുന്ന സൂപ്പർ ചലഞ്ച്, 60 പുസ്തകങ്ങൾ വായിക്കുന്ന മെഗാ ചലഞ്ച് ഇഷ്ടപ്രകാരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചലഞ്ച് പൂർത്തിയാക്കുന്നവരെ മാത്രമേ വിജയികളായി പ്രഖ്യാപിക്കുകയുള്ളൂ. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് 10ലധികം നിബന്ധനകളും നൽകിയിട്ടുണ്ട്. നിത്യേന പത്രം വായിച്ചു നേടുന്ന അറിവുകൾക്കായാണ് കിസ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത്. ചോദ്യങ്ങളായി വരാവുന്ന പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് രീതി. മെഗാ ചലഞ്ച് വിജയികൾക്ക് വിസ്മയ വാട്ടർ തീം പാർക്കിലേക്കുള്ള ഫ്രീ എൻട്രിയാണ് ട്രസ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.